ഈ തൃശ്ശൂരിലെ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുവെന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ രൂക്ഷത. ചാലക്കുടി നഗരത്തിലാണ് വൻ ഗതാഗത കുരുക്കുണ്ടായത്. അവിടെ പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുക. ഇന്നലെ രാത്രി 11 മണിക്ക് തുടങ്ങിയ ഗതാഗത തടസ്സം ഇപ്പോഴും മാറിയിട്ടില്ല ചാലക്കുടി. ഇത് ഇന്നലെ രാവിലെ തുടങ്ങിയ ബ്ലോക്കാണ്. മണിക്കൂറുകളോളം ഈ വണ്ടികൾ ഇവിടെ നിന്ന് ചാലക്കുടിയിൽ നിന്ന് ഏകദേശം കൊടകര വരെ ഇന്നലെ ബ്ലോക്ക്. അതേമാതിരി തന്നെ തിരിച്ച് അങ്ങോട്ടാണെങ്കിൽ അങ്കമാലി വരെയും അന്യായ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അന്യായ ബ്ലോക്ക്, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാ. അതായത് ഒരു 2 വീലർ വരെ കടന്നു വരാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇന്നലെ ഒരു ആംബുലൻസ് ഒരു രോഗിനെ കൊണ്ടുപോയതാണ്, അതുപോലും കടന്നു പോകാൻ പറ്റാതെ ഇവിടെ ഇട്ട് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജനങ്ങൾ ഇതേമാതിരി കഷ്ടപ്പാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് വരെ ഉണ്ടായില്ല. വല്ലാത്ത നമുക്ക് ശ്വാസം മുട്ടിപ്പോകുന്ന ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു. ഓണമാകുന്നേ ഉള്ളൂ. അപ്പം നാളെയാണ് ചിങ്ങം 1. അപ്പോൾ ആൾക്കാർ കൂടുതൽ മാർക്കറ്റിലേക്കൊക്കെ വരികയും പുതിയ വസ്ത്രങ്ങളൊക്കെ എടുക്കാനൊക്കെ ജോലിക്കടകളിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ കൂടുതൽ തിരക്കും തിക്കും നമ്മുടെ നഗരങ്ങളിലും നാട്ടുമ്പുറങ്ങളിലും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ കാണുന്ന ഒരു സൂചനയാണ്. അവിടെ ഒരു പണി നടക്കുന്നതാണ് പ്രശ്നം. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരും. അമൽ, ഗുഡ് മോർണിംഗ്. അമലെ, ഇന്നലെ രാത്രി 11 മണിക്ക് തുടങ്ങിയ ഗതാഗത തടസ്സം ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറഞ്ഞാലേ അതൊരു വല്ലാത്ത പ്രശ്നം തന്നെയാണ്, പ്രതിസന്ധിയാണ്. SKN, ഏതായാലും തൃശ്ശൂരിലെ ഈ ഗതാഗത കുരുക്ക് പല വട്ടം ചർച്ചയായിട്ടുള്ളതാണ്. ഹൈക്കോടതി അടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടതാണ്. പാലിയേക്കര ടോളിന്റെ കാര്യമെല്ലാം നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ടോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ജനങ്ങളുടെ ജീവിതം ദേശീയപാതകളിൽ ദുരിതത്തിലാകുന്നൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ മുരിങ്ങൂരിൽ ഒരു തടി വണ്ടി മറിയുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. സർവീസ് റോഡിൽ പല സർവീസ് റോഡുകളും തകർന്ന നിലയിലാണ്. ഈ കുഴിയിൽ വീണാണ് മുരിങ്ങൂരിൽ വെച്ച് ഈ തടിവണ്ടി മറിയുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഏതായാലും ഇന്ന് മുരിങ്ങൂർ അടിപ്പാതയുടെ പണി നടക്കുന്നതും ഈ ഒരു ബ്ലോക്കിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതുകൂടാതെ തന്നെ ചാലക്കുടി ടൗണിലേക്ക് കുറേ നേരമായിട്ട് വാഹനങ്ങൾക്ക് കടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏറെക്കുറെ വാഹനങ്ങളൊന്ന് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. മണിക്കൂറുകളായി നിന്ന കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ വാഹനങ്ങൾ മെല്ലെ ഒന്ന് നീങ്ങിയെങ്കിലും തുടങ്ങിയത്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നതിനും അപ്പുറത്ത് വളരെ രൂക്ഷമായി തന്നെ വാഹനങ്ങളുടെ ഒരു വലിയ ക്യൂ തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ പല രീതിയിൽ പലയിടങ്ങളിലേക്ക് പോകുന്നവർ, പ്രത്യേകിച്ചും ഇത് മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാതയാണ്. അപ്പോൾ എറണാകുളത്തേക്ക് പോകുന്നവരെല്ലാം യാത്രാക്ലേശം വളരെ വലുതാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല. പക്ഷേ ഇതിനെതിരെ ശക്തമായൊരു ബദൽ നടപടികൾ ഉണ്ടാവാത്തതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്നത്. അല്ലെങ്കിൽ സമാന്തരമായി പോകേണ്ട സർവീസ് റോഡുകൾ പ്രവർത്തനക്ഷമമല്ല. പല സർവീസ് റോഡുകളും തകർന്ന നിലയിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാലങ്ങളുടെയും അടിപ്പാതകളുടെയും ഒരു നിർമ്മാണത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ സർവീസ് റോഡുകളുടെ അറ്റകുറ്റപ്പണി ഇതോടൊപ്പം നടന്നിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നം ഇത്രമായി ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി 11 മണിയോട് കൂടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു ഗതാഗത കുരുക്ക് രൂപപ്പെടാൻ തുടങ്ങിയത്. അതിനെ തുടർന്ന് ആംബുലൻസുകൾ അടക്കം ഈ ഒരു ഗതാഗത കുരുക്കിൽ പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് SKN ഉണ്ടാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.